പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2 ലേഡീസ് വന്ന് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഓക്കെ 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 മോർ പവർ ടു യു. അപ്പൊ എല്ലാവർക്കും പലതരം വിവിധ തരത്തിലുള്ള ഓർമ്മകളുണ്ട് പരിസ്ഥിതി ദിനത്തെ കുറിച്ചിട്ട്. പരിസ്ഥിതിയും മനസ്സും എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ചുറ്റുപാടും എത്രമാത്രം അനുഗ്രഹങ്ങളുണ്ട് എന്ന് നമ്മൾ നോക്കാം. നമ്മൾ പോകുന്നിടത്തൊക്കെ നമുക്ക് ശ്വസിക്കാനുള്ള സംവിധാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, ഭക്ഷണം നമുക്ക് ചുറ്റുപാടുമുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി, സൂര്യപ്രകാശം മുതൽ മറ്റു വിവിധ തരത്തിലുള്ള എനർജികൾ നമുക്ക് ചുറ്റുപാടും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു നിമിഷം കണ്ണടച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്ര അനുഗ്രഹീതരായ ചുറ്റുപാടിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്സിജന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം നിലവിൽ ഒരു പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് നമ്മൾ ഓക്സിജനെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മൾ എവിടേക്കാണോ മൂവ് ചെയ്യുന്നത് അവിടെ നമുക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ട്, അല്ലെ? ഓക്സിജൻ കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്, ഫുഡ് കിട്ടുന്നുണ്ട്, എനർജി കിട്ടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി സംവിധാനിച്ച് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ പരിസരം എത്ര ബൃഹത്തായ രീതിയിലാണ് നമുക്ക് ചുറ്റുപാടും അണിയിച്ചൊരുക്കിയിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് ജീവിക്കാൻ, മനുഷ്യർക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു പരിതസ്ഥിതി അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി അല്ലെങ്കിൽ ഒരു ചുറ്റുപാട് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. ആ നൽകപ്പെട്ടതിനെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ നമുക്കൊന്ന് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ നമുക്ക് പ്രകൃതിയെ കാണാൻ, പരിസ്ഥിതിയെ, നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാത്തിനെയും, മരങ്ങളെയും ജീവജാലങ്ങളെയും മറ്റു സംവിധാനങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ചിന്തയിലോട്ട് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഭൂമിയില് മനുഷ്യൻ എക്സിസ്റ്റ് ചെയ്യാൻ, ഭൂമിയിൽ മനുഷ്യന് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഇത്തരം സംവിധാനങ്ങൾക്കിടയിലാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ മനസ്സുമായിട്ട് പല കണക്ഷനും ഉണ്ട്. നമ്മുടെ ആന്തരികമായ ലോകം, നമ്മളുടെ ഇന്നർ എൻവയോൺമെന്റ്, അത് നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ വിശ്വാസങ്ങളാലുമാണ് അത് എന്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കപ്പെടുന്നത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ആന്തരികമായ ലോകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ. എന്നാൽ നമ്മുടെ സോഷ്യൽ എൻവയോൺമെന്റ് ഉണ്ട്. ആ സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അവിടെ ആളുകൾ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, പല രീതിയിലുള്ള ആളുകളുടെ ചുറ്റുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചുറ്റുപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നെ നാച്ചുറൽ എൻവയോൺമെന്റ്, അതായത് പ്രകൃതിപരമായി, പരിസ്ഥിതി പരമായിട്ട് നമ്മൾ കാണുന്ന ട്രീകൾ, നമ്മൾ കാണുന്ന മരങ്ങൾ, നമ്മൾ കാണുന്ന വെള്ളം, നമ്മൾ കാണുന്ന എയർ, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മൃഗങ്ങൾ, പക്ഷി, ലതാദികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ജീവജാലങ്ങളുമായ ആവാസ വ്യവസ്ഥയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉൾപ്പെടുന്ന ഒരു ലോകമുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള എൻവയോൺമെന്റ് നമ്മുടെ ചുറ്റുമുണ്ട്. ഒന്ന് ആന്തരികമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, 2 സാമൂഹികപരമായിട്ടുള്ള എൻവയോൺമെന്റ്, 3 നമ്മുടെ പ്രകൃതിപരമായിട്ടുള്ള എൻവയോൺമെന്റ്. ഈ 3ന്റെയും ഇടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ജീവിതത്തിൽ നമുക്ക് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം അനുകൂലമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നു. അപ്പൊ അതേ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാളുടെ ആന്തരികമായ പരിസ്ഥിതിയിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തയാണ് ഉള്ളത് എങ്കിൽ, നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് ഉള്ളതെങ്കിൽ, അത് നെഗറ്റീവായിട്ടുള്ള പരിസ്ഥിതി സൃഷ്ടിക്കുന്നതിലേക്ക് അത് കാരണമായിട്ട് മാറും. അയാളുടെ പ്രവൃത്തി, അദ്ദേഹത്തിന്റെ പ്രവൃത്തി ആ രീതിയിൽ നെഗറ്റീവായിട്ട് മാറും. അത് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിലേക്ക് മാറും, അല്ലെങ്കിൽ ചുറ്റുപാടിന് അനുകൂലമല്ലാത്ത രീതിയിലേക്ക് മാറും. എന്നാൽ ഒരാളുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള തോട്ട് വരുമ്പോൾ, ഒരാളുടെ ഉള്ളിൽ നല്ല ചിന്ത വരുന്ന സമയത്ത് ആ വ്യക്തി റെസ്പോൺസിബിൾ ആയിട്ട്, അതായത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് വരും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളിവിടെ മലിനീകരണം ചെയ്യാൻ ആ പോസിറ്റീവായിട്ടുള്ള ചിന്തയുള്ള ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കൂല. ചുറ്റുപാട് നശിപ്പിക്കാൻ ആ പോസിറ്റീവായിട്ടുള്ള ചിന്തയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അത് നടക്കൂല. കാരണം എന്താ? എന്റെ ചുറ്റുപാടും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്.
ഇത് എനിക്ക് മാത്രമല്ല എന്റെ വരും തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കാനുള്ളതാണ് പ്രകൃതി വിഭവങ്ങൾ എന്നുള്ള ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടാകും. അപ്പൊ ആ പോസിറ്റീവായിട്ടുള്ള തോട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള കറണ്ടേ അവർ ഉപയോഗിക്കുള്ളൂ, അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമേ അവർ ഉപയോഗിക്കുള്ളൂ, അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ഫ്യൂല് മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളോട്ട് അവർ പോവില്ല. കാരണം എന്താ, അവരുടെ ഉള്ളിൽ നിന്നുണ്ട് ആ ആന്തരികമായ പരിസ്ഥിതിയിൽ അവർക്ക് എന്ത് കിട്ടുന്നു, അവർക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്ത ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരാൾ പോസിറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് മാറുമ്പോൾ അത് നമ്മുടെ ചുറ്റുപാടിൽ പോലും അതിന്റെ ഗുണം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടിനെ സംരക്ഷിച്ചു നിർത്താൻ വരെയുള്ള ചിന്തയിലോട്ട് നമ്മുടെ ആന്തരികമായ ലോകത്ത് മാറ്റം വരുന്ന സമയത്ത് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചുറ്റുപാടുകളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മനസ്സിൽ ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം, നമ്മുടെ ചുറ്റുപാട് സംരക്ഷിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണോ നമ്മളിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കുളിക്കാൻ എത്ര വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ കുളിക്കാൻ എത്ര വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എത്ര നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ ഏത് ഹാബിറ്റ് ആണ് നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ മാറ്റേണ്ടത്, ഒന്ന് ആലോചിച്ച് നോക്കുക. ചില ആളുകൾ ഇപ്പം റൂമില് ഫാൻ ഇടുകയാണെങ്കിൽ ആ ഫാൻ ഇട്ടിട്ട് അത് ഓഫാക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും, ഞാനല്ലേ കറണ്ട് ബില്ല് അടയ്ക്കുന്നത്, ഞാനല്ലേ പൈസ കൊടുക്കുന്നത്, ആ ഫാൻ അവിടെ കറങ്ങിക്കോട്ടെ എന്ന രീതിയിൽ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അവിടെ എന്താണ്, ഊർജത്തെ വേസ്റ്റ് ചെയ്യാണ്, അവിടെ നമ്മൾ ഊർജത്തെ നശിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പലത് ഇപ്പൊ പ്ലാസ്റ്റിക് മാലിന്യം, ഇപ്പൊ നമ്മള് ചില ആളുകളൊക്കെ, ഇന്നലെ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, ഒരാള് കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ വേസ്റ്റുകൾ റോഡിലേക്ക് ഇടുന്നത് കണ്ടു. വേസ്റ്റ് റോഡിലേക്ക് ഇടുന്നത് കണ്ടു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, അവരുടെ ആന്തരികമായ ലോകം എന്താ? ആന്തരികമായ ലോകം പോസിറ്റീവ് ആണെങ്കിൽ അവർക്കത് ഇടാൻ കഴിയില്ല. കാരണം എന്താ, അത് പബ്ലിക് പ്ലേസ് ആണ്, ആ പബ്ലിക് പ്ലേസിൽ നമുക്ക് വേസ്റ്റുകൾ ഇടാൻ പറ്റൂല എന്നുള്ള ചിന്ത അവരിൽ വരും. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് എന്നോടും നിങ്ങളോടുള്ള ചോദ്യമാണ്, നമുക്ക് എന്ത് ഹാബിറ്റ് ആണ് നമ്മളിൽ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് മാറ്റാൻ, നമുക്ക് മാറ്റണമെന്ന് തോന്നുന്ന പ്രകൃതിക്ക് ഇണങ്ങാത്ത രീതിയിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ശീലങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം, അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തെ ഗോ ഗ്രീൻ, അതായത് പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കുടുംബമാക്കി മാറ്റാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിന്റെ അകത്ത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള, ഇത് കേവലം പരിസ്ഥിതി പ്രവർത്തകർക്ക് മാത്രം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടല്ല ഞാൻ കാണുന്നത്, കേവലം കുറച്ച് ആളുകൾ മാത്രം കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. ഓരോ മനുഷ്യരും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ ഏറ്റവും ഭംഗിയാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പ്രകൃതി എന്ന് പറയുന്നത്, ശരിക്കും നമ്മുടെ ചുറ്റുപാട് എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ്. കണ്ണാടി പോലെയാണ്. ഓരോ കാര്യവും അത് നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചു തരും. എന്താണോ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത് നമ്മൾ തിരിച്ചു തരും. നമ്മൾ പ്ലാസ്റ്റിക് നിറയ്ക്കുകയാണ് എങ്കിൽ നമ്മുടെ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണിന്റെ ആ ശേഷി നഷ്ടപ്പെടും. നമുക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം ലഭിക്കുന്നതിന് അത് തടസ്സം നിൽക്കും. നമ്മുടെ ചെടികൾക്കോ അല്ലെങ്കിൽ മരങ്ങൾക്കോ വളരാനോ ആഴ്ന്ന് വേരിറങ്ങാനോ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അത് തിരികെ തരുന്നത് എന്താണ്? നമുക്ക് ഫലങ്ങൾ കുറയ്ക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു കണ്ണാടി വെച്ച് നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമ്മൾ എന്താണ് പ്രകൃതിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഓരോ പ്രവൃത്തിയും ഓരോ ആക്ഷനും യഥാർത്ഥത്തിൽ അത് പരിസ്ഥിതി നമുക്ക് ഗുണമാണോ ദോഷമാണോ തരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഏതാണ് ഇപ്പം വെള്ളം പാഴാക്കുന്നുണ്ട് എങ്കിൽ, ആ വെള്ളം പാഴാക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വെള്ളം വേസ്റ്റ് ആക്കി കളയുന്ന സമയത്ത് നമുക്ക് എത്ര ലിറ്റർ, കാരണം പഴയ കാലത്ത് നമ്മള് ഈ മോട്ടറോ അല്ലെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി ഒന്നും ഇത്ര വ്യാപകമല്ലാതിരുന്ന കാലത്ത് നമുക്ക് കുളിക്കാനൊക്കെ എത്ര വേണ്ടിയിരുന്നുള്ളൂ വെള്ളം? ഒരു ബക്കറ്റോ 2 ബക്കറ്റോ കൂടിയാൽ 3 ബക്കറ്റൊക്കെയായിരുന്നു വേണ്ടിയിരുന്നത്. ഇന്ന് നമ്മൾ അത് അളക്കുകയാണ് എങ്കിൽ എത്ര ബക്കറ്റ് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും ആലോചിച്ച് നോക്കുക. ഒരു വീട്ടിൽ എത്ര ലിറ്റർ വെള്ളം അടിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. 500, 1000, 1500, 2000, ചെറിയ കുടുംബത്തിലാണെങ്കിൽ പോലും ഇപ്പൊ ആളോഹരി വെള്ളത്തിന്റെ ഉപയോഗം കൂടുതലാണ്. കാരണം എന്താ, ഇപ്പൊ നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് വെള്ളം ലഭിക്കുന്നു.
കാരണം ടെക്നോളജി വർദ്ധിച്ചു, മോട്ടറൊക്കെ വർദ്ധിച്ചു, മോട്ടോർ ആ സംവിധാനങ്ങളൊക്കെ വർദ്ധിച്ചു. അപ്പൊ നമുക്ക് എന്താണ്, യഥേഷ്ടം വെള്ളം ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് യൂസേജ് കുറയ്ക്കാൻ, നമ്മുടെ ഹാബിറ്റിൽ മാറ്റം വന്നാൽ അത് കുറയുള്ളൂ. ഈ യൂറോപ്യൻ ക്ലോസറ്റ് സംവിധാനം വന്ന സമയത്ത് ചില പഠനങ്ങൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ വെള്ളം നഷ്ടപ്പെടുന്ന ഒരു ഫ്ലഷിംഗ് എന്ന് പറയുന്ന ആ ടെക്നിക്ക് വെള്ളം നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ചില ആളുകള് ഫ്ലഷ് 2, 3, 4, 5 തവണയൊക്കെ അടിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ആവശ്യത്തിന് വേണ്ടെന്നല്ല ഞാൻ പറയണത്, ആവശ്യത്തിന് നമുക്ക് ഇതൊക്കെ ആവശ്യത്തിന് വേണം. അതേ സമയത്ത് എക്സസ് ആയി പോകുന്നുണ്ടോ, അധികമായി പോകുന്നുണ്ടോ എന്നുള്ള ഒരു ഓഡിറ്റിംഗ്, ഒരു എൻവയോൺമെന്റ് ഓഡിറ്റിംഗ് നമ്മൾ ഓരോരുത്തരും നടത്തുന്നതായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രകൃതിയിൽ നിന്നും നമുക്ക് വേറെ ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. ആ പാഠങ്ങൾ എന്താ? ഒരു പുഴയും മറ്റൊരു പുഴയെ കമ്പയർ ചെയ്യുന്നില്ല. ഒരു പുഴയും മറ്റൊരു പുഴയെ കമ്പയർ ചെയ്യുന്നില്ല. ഭാരതപ്പുഴ കാവേരി നദിയുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. അത് സ്വതന്ത്രമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വതന്ത്രമായിട്ട് അതിന്റെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോവാണ്. അതേപോലെ തന്നെ ഒരു മരവും മറ്റൊരു മരത്തെ കമ്പയർ ചെയ്യുന്നില്ല. നിനക്ക് നല്ല ഉയരമുണ്ടല്ലോ, നിനക്ക് നല്ല വണ്ണമുണ്ടല്ലോ, നിനക്ക് നല്ല ശാഖകളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒരു മരവും മറ്റൊരു മരത്തോട് കമ്പയർ ചെയ്യുന്നില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്, മനുഷ്യർ സ്റ്റോപ്പ് കമ്പയറിങ്. നമ്മൾ കമ്പയർ ചെയ്യുന്നത് അവസാനിപ്പിക്കുക. മഹാഗണി എന്ന് പറഞ്ഞാൽ മഹാഗണിയാണ്, തേക്ക് എന്ന് പറഞ്ഞാൽ തേക്കാണ്. ആ രീതിയിൽ ഓരോ മരത്തിനും അതിൻ്റെതായ അസ്തിത്വം ഉള്ളതുപോലെ തന്നെ ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് ഈ പ്രകൃതിയിൽ നിന്നുള്ള പാഠങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പല പാഠങ്ങളും നമുക്ക് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് നിലനിൽക്കാൻ, സ്വന്തമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ, സ്വന്തമായിട്ട് നമുക്ക് ജീവിതത്തിൽ പലതും നേടിയെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തി നമുക്ക് ഇത്തരം പ്രകൃതിയിലെ പല കാഴ്ചകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു മരവും ഒരു കാടാവില്ല. ഒരു മരം കാടാവില്ല. കാടായി മാറണമെങ്കിൽ ധാരാളം മരങ്ങൾ വേണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും അധികം കൂട്ടമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ, ഒരേ ലക്ഷ്യത്തോടു കൂടെ നമുക്ക് നിൽക്കുമ്പോൾ പല നേട്ടങ്ങളും പല വിജയങ്ങളും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ മരങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ശ്വാസം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നമുക്ക് തരുന്നു. നമുക്ക് മണ്ണിൽ നിന്നും നമുക്ക് ഫലഭൂഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കിട്ടുന്നു. ആ രീതിയിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം യാഥാർത്ഥ്യമാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. അപ്പൊ മനസ്സിനെ മലിനമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നങ്ങളും പ്രകൃതിയിൽ വരെ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അത് മാറും എന്നുള്ളതാണ്. മനസ്സിനെ മലിനമാക്കുന്നത് എങ്ങനെ? ദേഷ്യമായിരുന്നാലും, അസൂയയായിരുന്നാലും, വെറുപ്പായിരുന്നാലും, ഉത്തരവാദിത്ത ബോധമില്ലായ്മ വന്നാലും, അങ്ങനെയൊക്കെ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നല്ല ചിന്ത നമുക്ക് നല്ല പ്രകൃതിയെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല പരിസരത്തെയും നല്ല ചുറ്റുപാടിനെയും രൂപീകരിച്ചെടുക്കാനായിട്ട് സാധിക്കും. നല്ല പ്രവൃത്തികളെ കൊണ്ട് നമുക്ക് നല്ല ഒരു ഭൂമിയെ, നമുക്ക് അനുവദിക്കപ്പെട്ട ഈ അനുഗ്രഹത്തെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം പരിസ്ഥിതി സംരക്ഷണവും മാനസികാവസ്ഥയും യഥാർത്ഥത്തിൽ വലിയ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. മനസ്സിന്റെ പരിസ്ഥിതിയിൽ നിന്നും നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് അത് ജീവിതത്തിന്റെ ഭാഗമായിട്ടും ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ പ്രകൃതിയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ വേറെയും പല കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് ചില ആളുകൾക്കൊക്കെ റിസൾട്ട് പെട്ടെന്ന് വേണം. ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പ കിട്ടണം. അതേസമയത്ത് നമ്മൾ ഒന്ന് പ്രകൃതിയിലോട്ട് നോക്കൂ. ആദ്യം വേരുറപ്പിച്ചിട്ടേ ഫലം നൽകുള്ളൂ. ഒരു മരം നമ്മൾ നട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെടി നമ്മൾ നട്ടു കഴിഞ്ഞാൽ അത് വേരുറപ്പിച്ചിട്ടേ അതിന്റെ ഫലം നൽകുള്ളൂ. വേരുറപ്പിക്കാതെ അത് ഫലം പ്രൊഡ്യൂസ് ചെയ്യൂല. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ അടിത്തറ പാകുക. അടിത്തറ പാകും മുമ്പ് വിജയത്തെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അത് നമുക്ക് ഒരു മരത്തെ നമ്മൾ എടുത്തു നോക്കുക. ഒരു മാവാണെങ്കിൽ ആ മാവ് വേര് പിടിച്ച്
വേര് ആഴ്ന്നിറങ്ങി അത് നല്ല വളർച്ച എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് അത് എന്ത് ചെയ്യുള്ളൂ, അത് ഫലം നമുക്ക് നൽകുള്ളൂ, ആ മാങ്ങ നമുക്ക് നൽകുള്ളൂ. അതിനാവശ്യമായിട്ടുള്ളൊരു സമയമുണ്ട്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ, ജീവിതത്തിൽ നമ്മൾ സ്വപ്നം യാഥാർത്ഥ്യമാക്കി എടുക്കണമെങ്കിൽ അതിന്റെ അടിത്തറയൊന്ന് ഭദ്രമാക്കി അതിന്റെ സ്വപ്നത്തെ മനസ്സിന്റെ അടിത്തട്ടിലേക്കൊന്ന് ആഴ്ന്നിറങ്ങാനുള്ള സമയം നമ്മൾ കൊടുത്തിട്ട് ആ വിജയം നമ്മൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കണം. ഇതും നമുക്ക് ഒരു മരം നമുക്ക് നൽകുന്ന പാഠങ്ങളാണ്. ആ പാഠങ്ങൾ നമ്മൾ ആ രീതിയിൽ നമ്മൾ മനസ്സിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിരാശ ഉണ്ടാവില്ല, നമുക്ക് സങ്കടം ഉണ്ടാവില്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എന്താ, ആ ഫലം വന്നോളും. ഒരു 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 മരം പിന്നെ ആ ഫലം തരുന്നതിനെ കുറിച്ച് നമുക്ക് ആകുലതകൾ, ആശങ്കകൾ ഉണ്ടാവേണ്ടതില്ല. കാരണം എന്താ, അത് സമയമാകുന്ന സമയത്ത് ആ ഫലം നമുക്ക് നൽകും എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ അടിത്തറ ഭദ്രമാക്കാൻ നമുക്ക് ഫസ്റ്റ് ശ്രമം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെതായ രീതിയിൽ നമുക്ക് വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്ന ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രകടിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവിടെ ഉത്തരവാദിത്വം വർദ്ധിക്കും. അപ്പൊ നമ്മൾ മൂല്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, വാല്യൂ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ പരിസരത്തെ മലിനീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ സൂര്യപ്രകാശത്തെയും നമ്മുടെ മരങ്ങളെയും നമ്മുടെ മണ്ണിനെയും ഒക്കെയും നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ, ആ ഭക്ഷണം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു മണ്ണ് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മുടെ ടേബിളിലേക്ക് നമുക്ക് എത്തി, ആ ടേബിളിൽ നിന്ന് നമ്മൾ ഭക്ഷണം എത്രയോ തവണ നമ്മൾ കഴിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. ഭൂമിയിലുള്ള മനുഷ്യർക്കൊക്കെ കഴിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കുക, നമുക്കിതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞേ പറ്റുള്ളൂ. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ വളരുന്നതിനനുസരിച്ച് നമുക്ക് ഉത്തരവാദിത്വ ബോധം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവാദിത്വത്തോടുകൂടെ നമുക്ക് ജീവിക്കാനുള്ള ഒരു മാനസികമായ തലത്തിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മരം കായ്ക്കുന്ന സമയത്ത് ആ മരത്തിന് വിനയം കൂടും, അല്ലെ? ആ മരം ഇങ്ങനെ ഒന്ന് താഴ്ന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ആ ഫലങ്ങളൊക്കെ അതിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് അതിങ്ങനെ താഴ്ന്നു വരുന്നതായിട്ട് കാണും. അപ്പം ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ട്, വിനയമുള്ള വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ, നമുക്കൊരു മരത്തെ നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാറാനായി സാധിക്കും. അതേപോലെ തന്നെ എല്ലാ സമയത്തും നിരന്തരമായിട്ട് മരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊരു ദിവസം എനിക്ക് ക്ഷീണമാണ്, ഇന്നൊരു മൂഡില്ല, ഇന്ന് ഞാൻ വളരുന്നില്ല എന്നൊരു മരവും പറയുന്നില്ല. ഇന്ന് എനിക്ക് അത്ര ഒരു ഉഷാർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മരവും സ്റ്റോപ്പ് ചെയ്യുന്നില്ല, എന്ന് വളർച്ച നിർത്തുന്നില്ല. കാരണം എന്താണ്, ആ മരം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ മനുഷ്യന് വലിയ വളർച്ചയുണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു വളർച്ചയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ശ്രമങ്ങൾ എന്ത് ചെയ്യണം, നിരന്തരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള മുന്നേറ്റം നമുക്ക് ജീവിതത്തിൽ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആ മരം നമുക്ക് വിനയം കാണിച്ചു തരുന്നു. ആ മരം നമുക്ക് നിരന്തരമായിട്ട് പ്രവർത്തിക്കേണ്ടതിന്റെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു പ്രകൃതിയിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് പലതരത്തിലുമുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. മനസ്സും പ്രകൃതിയും തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ട്. നമ്മുടെ ഒരു പുഴയുടെ തീരത്ത് പോയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മൈൻഡ് റിലാക്സേഷൻ എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു കടൽ തീരത്ത് പോയിട്ട് ഇരിക്കുമ്പോൾ അത് എത്രത്തോളം, ഇപ്പൊ സ്ഥിരമായിട്ട് കടൽ തീരത്ത് പോയിരിക്കുന്ന ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത്? അദ്ദേഹം ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും മിക്കവാറും ആ കടൽ തീരത്ത് പോയിരിക്കും. ഡെയിലി പോകുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് അവിടെ വന്നൊന്ന് തിരികെ പോകുമ്പോഴത്തേക്കും വലിയ തോതിലുള്ള റിലാക്സേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. ആ തിരമാലകളും അവിടുത്തെ ഉപ്പുരസങ്ങളും അവിടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ, അത് വലിയൊരു സബ്ജക്റ്റാണ്, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമില്ല. അപ്പൊ അവർക്ക് അത് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ മൈൻഡ് റിലാക്സേഷനും നമ്മുടെ ചുറ്റുപാടും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്താൻ പറ്റുന്ന കാര്യമാണ് എന്നുള്ളത്. അപ്പൊ ഈ ഭൂമിയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. ഈ ഭൂമിയെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് കാത്തു സൂക്ഷിച്ചേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഈ എനർജൈസസ് ഹബിന്റെ മോർണിംഗ് സെഷനിൽ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില സ്റ്റെപ്പുകൾ, ചില ആക്ഷൻസുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ആക്ഷൻസുകൾ ഓരോരുത്തർക്കും എന്താണോ സാധിക്കുക, ഇത് ഞാൻ പറയുന്നത് ഇതൊരു കർമ്മത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല.
ഇത് കർമ്മത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം ചെയ്യുക എന്നുള്ളതല്ല. ഈ ദിവസത്തെ ഇതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഈ ദിവസം നമ്മള് ഇതിപ്പോ ഇന്നത് മാത്രം ഒരു ചെടി നടുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക, എന്നിട്ട് സ്റ്റാറ്റസ് ആക്കുക, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റണം. ഇത് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഭവം ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോഴും നമുക്ക് ഈ ബോധം ഉണ്ടാവണം. ആ അർത്ഥത്തിൽ പ്രകൃതിയോട് കരുണ കാണിക്കുന്ന രീതിയിൽ നന്ദി പറയുന്ന ഉത്തരവാദിത്വ ബോധമുള്ള വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്കൊരു ചെടി നടാം. ഇത് ചാലഞ്ചായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഒരു ചെടി നടാം, സാധ്യമാകുന്ന രീതിയിൽ അതിനെ സംരക്ഷിക്കാം, അതിനെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാം. അപ്പൊ ആ ഒരു ചെടി നടുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലൊരു ഫീല് വേണം. ഞാനൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ചെടി എന്ത് ചെയ്യുന്നത്, നടുന്നത്. നമുക്ക് ഓക്സിജൻ തന്നിട്ടുള്ള എത്ര മരങ്ങളുണ്ട് നമുക്ക് പോലും അറിയില്ല. ഏത് മരമാണ് എനിക്ക് ഓക്സിജൻ തരുന്നത്, ഏത് മരമാണ് എനിക്ക് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള ആ മരത്തിൽ നിന്നാണ് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചാലഞ്ചാണ് പ്ലാസ്റ്റിക്കുകളെ നമ്മളൊന്ന് കുറയ്ക്കുക. അതായത് ഒരു 10 പ്ലാസ്റ്റിക് എങ്കിലും നമ്മളൊന്ന് എടുത്ത് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം. ഞാനിത് വ്യത്യസ്തമായിട്ടുള്ള 4-5 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം, ആ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഒരു ബക്കറ്റ് വെള്ളമെങ്കിലും സേവ് ചെയ്യുക, ഒരു ബക്കറ്റ് വെള്ളമെങ്കിലും നമ്മൾ സേവ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു ആശയത്തെ നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇത് മനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ആ ഒരാളോടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സന്ദേശം നിങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഇതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളാക്കി മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, ഇത് പാലിക്കുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുക. ഇങ്ങനെ ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഒന്നിക്കില്ലെങ്കിൽ ഒരു ചെടി നടുക, അതല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കുകൾ റിമൂവ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളമെങ്കിലും സേവ് ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഇതിനെ കുറിച്ചൊന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ ആ വ്യക്തിക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബോധം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ട കാര്യങ്ങളാണ് എന്ന തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പൊ ഈ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ പോയിന്റ് നമ്മളുടെ ഇന്നത്തെ സെഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പ്രകൃതിയും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിസ്ഥിതിയും ഒക്കെ നമ്മുടെ മനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ആഴത്തിൽ വേരൂന്നിയ തരത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു മാനസികമായ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഒരു മൂല്യമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നന്ദിയോടുകൂടെ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെയാണ് ഇന്നത്തെ ഈ സെഷൻ നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ നോക്കുക. ധാരാളം അത്ഭുതങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. സൂര്യൻ ഒരു ദിവസവും ഉദിക്കാതിരിക്കുന്നില്ല, സൂര്യൻ ഒരു ദിവസവും അസ്തമിക്കാതിരിക്കുന്നില്ല, സൂര്യൻ ഒരു ദിവസവും ഞാൻ ഇന്ന് ഉദിക്കുന്നില്ല എന്ന് പറയുന്നില്ല. ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്ത്, പ്രകൃതിക്കൊരു മനസ്സുണ്ട്, ആ മനസ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആ അർത്ഥത്തിൽ നമുക്ക് ചുറ്റുപാടിനൊക്കെ നോക്കാനും ചുറ്റുപാടിനൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ചുറ്റുപാടിന് അനുകൂലമാകുന്ന രീതിയിലേക്ക് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് ശക്തമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കുക. എല്ലാവരും സ്ലോലി ക്ലോസ് യുവർ ഐസ്. സാവധാനം പൂർണ്ണമായിട്ടും കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മളൊന്ന് മനസ്സിലോട്ട് കൊണ്ടുവരിക. ജസ്റ്റ് ഒന്ന് കാണുക, കേൾക്കുക, അനുഭവിക്കുക, ജസ്റ്റ് ഫീൽ ചെയ്യുക. അത് നമ്മുടെ ചുറ്റുപാടുമുള്ള വായുവായിരിക്കാം, അന്തരീക്ഷമാവാം, നമ്മുടെ പരിസരമാവാം, നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളാവാം, എനർജി ആവാം, ലൈറ്റ് ആവാം, എന്തുമാവാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു അനുഭവത്തെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരിക.
എന്നിട്ട് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് പ്രകടിപ്പിക്കുക. ഉപയോഗിച്ച വെള്ളത്തിനും ശ്വസിച്ച വായുവിനും കഴിച്ച ഭക്ഷണത്തിനും മറ്റു പല കാര്യങ്ങൾക്കും നമ്മളൊന്ന് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുക. ഒരു പ്രതിജ്ഞ സ്വയം എടുക്കുക. ഞാൻ എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദിയുള്ളവനായിരിക്കും. ഞാൻ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൽ എന്നാൽ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഞാനും എൻ്റെ കുടുംബവും അതിന് മുൻപന്തിയിലുണ്ടാകും. ഒരു സ്റ്റെപ്പ് ഞാൻ മുന്നോട്ടെടുക്കും എന്ന തീരുമാനമെടുക്കുക. നമ്മുടെ ചുറ്റുപാടും പ്രകൃതിയിലൂടെയൊക്കെ ഒന്ന് നടക്കുക. ഈ അനുഗ്രഹങ്ങളെയൊക്കെ ഒന്ന് അറിയുക. അതിലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡും പ്രകടിപ്പിക്കുക. പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ സാവധാനം കണ്ണുകൾ തുറക്കുക. നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ആ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ പ്രകൃതിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മാനസികമായ തലം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ദിവസം എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മോർ പവർ ടു യു ഓൾ. താങ്ക് യു വെരി മച്ച്.